ഈശോയിൽ പ്രിയപ്പെട്ട യുവക്കളെ, നമ്മുടെ കുടുംബത്തിൽ സന്ധ്യാപ്രാർത്ഥന നടത്തുമ്പോൾ, പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ, ഒരു നന്മ നിറഞ്ഞറിയുവോ ഒരു സ്വർഗസ്വനായ പിതാവോ ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയരും. ആ പ്രാർത്ഥനയുടെ നേരെ കർത്താവ് കണ്ണും കാതും ഓർപ്പിച്ച് ജാഗരൂകതയോടെ ആ പ്രാർത്ഥന സ്വീകരിക്കും. അത് വചനമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന നിഷ്ഫലമാകുന്നില്ല. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥന ഉയരണം. അതുകൊണ്ട് ആ സന്ധ്യാപ്രാർത്ഥന വേണം. അതുപോലെ ദൈവത്തെ സ്തുതിക്കണം, ആരാധിക്കണം എന്നൊക്കെ പറയാൻ കാരണം 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 15-ാമത്തെ തിരുലിഖിതം. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. അപ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കാത്തിരിക്കുകയാണ്, കാത് കൂർപ്പിച്ചിരിക്കുകയാണ് പ്രാർത്ഥന കേൾക്കാൻ. ദൈവമേ, നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവിലേക്ക് ഉയർത്താൻ വേണ്ട ശക്തിയും കൃപയും എനിക്ക് നൽകണമെന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.